എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻ സ്റ്റഡിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ക്ലാസ് 482 വിസ. അതിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട്. സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്നാണ് December 7 തൊട്ട് പറയുന്നത്. അപ്പോൾ December 7 വരെ ഉള്ളവർ നമ്മൾ ലോഡ് ചെയ്തത് നോർമൽ മോഡിൽ പോകും. പക്ഷേ December 7 തൊട്ട് ചില സ്പെസിഫിക് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു വിസയുടെ പേര് മാറ്റിയിട്ട് കുറച്ച് കണ്ടീഷൻസൊക്കെ വന്നിട്ടുണ്ട്. എനിവേ അതിനകത്ത് ഒരു വലിയൊരു ഗുഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയൊരു ലിസ്റ്റ് നമുക്ക് റിലീസായിട്ടുണ്ട്. CSO ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ബേസ്ഡ് ചെയ്തുകൊണ്ടായിരിക്കും ഒക്കുപ്പേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ വിസയ്ക്ക് വേണ്ടി. അപ്പോൾ ആ ഒക്കുപ്പേഷനകത്ത് നമ്മൾ മോസ്റ്റ്ലി നമുക്കറിയാവുന്ന എല്ലാ ഒക്കുപ്പേഷൻസും അതിനകത്തുണ്ട്. ഇതിൽ തന്നെയും പുതുതായിട്ട് ചിലത് വന്നിട്ടുണ്ട്. അതായത് ചൈൽഡ് കെയർ വർക്കർ, പിന്നെ ഓഫീസ് മാനേജർ. ഇതൊന്നും പണ്ടൊന്നും ഒരു ഒക്കുപ്പേഷനകത്തും ഉള്ള ഒക്കുപ്പേഷൻസ് ആയിരുന്നില്ല. അതെല്ലാം പുതുതായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം അപ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഒക്കെ സ്പോൺസർഷിപ്പ് വേ കൂടെ പോകാനായിട്ടുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പം മെയിൻലി ഒരു കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു CSOL ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിനകത്തുള്ള ഒക്കുപ്പേഷൻ ആയിരിക്കണം. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 1 ഇയർ മതി. അത് ലാസ്റ്റ് 5 ഇയറിനുള്ളിൽ ഉള്ള 1 ഇയർ ആയിരിക്കണം. പിന്നെ നമുക്ക് കാഷ്വൽ ആണെങ്കിലും പാർട്ട് ടൈം ആണെങ്കിലും അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 1 ഇയർ ആണെങ്കിലും മതി. പിന്നെ സ്റ്റുഡൻറ്റ് വിസയുടെ സമയത്തെ 24 അവേഴ്സിലുള്ള എക്സ്പീരിയൻസും അങ്ങനെയുള്ള ചില എല്ലാം കൗണ്ട് ചെയ്യും. അപ്പോൾ എക്സ്പീരിയൻസിനകത്തൊക്കെ ഒരു ഇച്ചിരി ഒരു ലീനിയൻസി അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റും മോസ്റ്റ് ഓഫ് ദ കേസസിൽ ആ പഴയ 482 തന്നെ റിക്വയർമെൻ്റാണ്. IELTS ഓവറോൾ 5ഉം, പിന്നെ ചില ലിസ്റ്റിലുള്ളത് <5ഉം, ചിലത് 4.5 ഒക്കെ വരുന്നത്. എനിവേ ഓവറോൾ ഒരു നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇതിനകത്ത് വലിയൊരു പ്രശ്നം വരുന്നില്ല. അപ്പം ഈ ഒരു 482 സ്കിൽ ഇൻ ഡിമാൻഡ് വിസയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ് എന്ന് മെയിൻലി നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് 3 സ്ട്രീമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്ട്രീമിനെ നമുക്ക് കോർ സ്കിൽ സ്ട്രീം എന്ന് പറയാം. അപ്പോൾ കോർ സ്കിൽ സ്ട്രീമിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ CSOL ലിസ്റ്റിനകത്തുള്ള ഒക്കുപ്പേഷൻ ആയിരിക്കണം. പിന്നെ അതിനകത്ത് പറയുന്നത് ഇപ്പം സ്കിൽ അസസ്മെൻറ്റ് അവിടെ മാൻഡേറ്ററി അല്ല, പക്ഷേ അക്കോർഡിംഗ് ടു ദ ഒക്കുപ്പേഷനും പിന്നെ ചില ആപ്ലിക്കൻസിൻ്റെ നമ്മുടെ പാസ്പോർട്ട് അനുസരിച്ചായിരിക്കും അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മിക്കവാറും ഈ ട്രേഡ് വർക്കേഴ്സ്, നമ്മൾ ടെക്നീഷ്യൻ അങ്ങനെയുള്ള ജോലികൾ, ട്രേഡ് വർക്കേഴ്സ്, വെൽഡർ, പ്ലംബർ, ഷെഫ്, കുക്ക് അങ്ങനെയുള്ള ഒക്കുപ്പേഷൻസിനെല്ലാം തന്നെ സ്കിൽ അസസ്മെൻറ്റിൻ്റെ ആവശ്യം വരും. പക്ഷേ ചില കേസിൽ സ്കിൽ അസസ്മെൻറ്റ് മാൻഡേറ്ററി അല്ല. അപ്പം ഈ CSOL ലിസ്റ്റിനകത്ത് ഈ ഫസ്റ്റ് സ്ട്രീമായിട്ടുള്ള കോർ സ്കിൽഡ് സ്ട്രീമിൽ മിക്കവാറും തന്നെ സ്കിൽ അസസ്മെൻറ്റ് മാൻഡേറ്ററി അല്ല. 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റും നമ്മൾ പറഞ്ഞ ഓവറോൾ 5 മതി. പിന്നെ ഇൻകം എന്ന് പറയുന്നത് $73,150,000 ഇൻകം, അതായത് സാലറി എംപ്ലോയർ കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇതിലുള്ള ഒരു സ്പോൺസർഷിപ്പ് പോസിബിൾ ആകത്തുള്ളൂ. പിന്നെ അടുത്തത് വരുന്നതാണ് സ്പെഷ്യലിസ്റ്റ് സ്കിൽ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ SSID എന്ന് പറയും. ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ എല്ലാ ഒക്കുപ്പേഷനും ഒരു കോഡുണ്ട്, അൻസാക്കോ കോഡുണ്ട്. ഈ അൻസാക്കോ കോഡിൻ്റെ ഫസ്റ്റ് ഡിജിറ്റാണ് അത് ഏത് യൂണിറ്റ് ഗ്രൂപ്പിനകത്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജർ, പ്രൊഫഷണൽ മാനേജർ, പ്രൊജക്ട് മാനേജർ, അങ്ങനെ മാനേജർ ലെവലിൽ വരുന്നതെല്ലാം 1 വെച്ചിട്ടുള്ളതാണ്. 2 വെച്ചിട്ടുള്ളതെല്ലാം ടെക്നീഷ്യൽ പ്രൊഫഷണൽസിൻ്റെ വരുന്നതാണ്. അതായത് ഇപ്പോൾ നേഴ്സസിൻ്റെ എല്ലാം തന്നെ നിങ്ങൾക്കറിയാം 2 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാർമസിസ്റ്റ്, അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പം 1, 2, 4, 5, 6 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കണം. അപ്പം കെയർഫുള്ളായിട്ട് നോക്കണം. ഈ SSIDക്കകത്ത് വരുമ്പം നമുക്ക് സ്പോൺസർഷിപ്പിൻ്റെ വരുമ്പം എല്ലാവർക്കും പറ്റത്തില്ല. ഈ യൂണിറ്റ് മേജർ ഗ്രൂപ്പ് 1, 2, 4, 5, 6 ആയിരിക്കണം. മാത്രമല്ല 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ സാലറി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് $135,000 ആയിരിക്കണം. അപ്പോൾ $135,000 ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ട്രീമിൽ. മറ്റേ സ്ട്രീമിന് കുഴപ്പമില്ല കേട്ടോ, ഈ ഒരു സ്ട്രീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് ലേബർ എഗ്രിമെൻറ്റ് സ്ട്രീമാണ്. നമ്മൾ നേരത്തെ തന്നെ സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. 1 ഇയർ എക്സ്പീരിയൻസ്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇതും കുറവാണ്. ലേബർ എഗ്രിമെൻറ്റ് അപ്രൂവ് ആയിട്ടുള്ള എംപ്ലോയേഴ്സിന്, റീജിയണൽ ഏരിയയിലേക്കുള്ള എംപ്ലോയേഴ്സിന് സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഈ എല്ലാ സ്ട്രീമിലും തന്നെ ഒരു ഏറ്റവും ഡിഫറൻസ്, ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവർ ഏജിൻ്റെ ആ ബാരിയർ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പം നോ ഏജ്, അതായത് നേരത്തെ എന്ന് പറയുമ്പോൾ 45 ഇയേഴ്സ് ഓഫ് ഏജ്, അങ്ങനെ ഒരു ഏജിൻ്റെ അല്ലെ 50, 55 അങ്ങനെ ഒരു ഏജ് വരും. ഇവിടെ ഏജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റായി പറയുന്നില്ല. അപ്പം എനി ഏജ്, അതാണ് വലിയൊരു കാര്യം. അപ്പം ഇതിനകത്ത് ഈ ഒരു December 7 വന്നിരിക്കുന്ന 482 ഈ
സ്കിൽ ഇൻ ഡിമാൻഡ് വിസയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഏജ് റിക്വയർമെൻറ്റ് ഇല്ലെന്നുള്ളത്. ബാക്കിയുള്ളതെല്ലാം പറഞ്ഞ പോലെ നമുക്കൊന്നുകൂടെ ലീനിയൻ്റ് ആയിട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 1 ഇയർ ആക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടെ ഒക്കുപ്പേഷൻ എന്താണ്? നിങ്ങൾക്ക് ഈ സ്കിൽ അസസ്മെൻറ്റ് വേണോ? നിങ്ങൾക്ക് ഏത് സ്ട്രീം ആയിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളെ ആനുവൽ സാലറി ഇൻകം ത്രഷോൾഡ് എത്രയായിരിക്കണം? $73,250 ആണോ അതോ $135,000 ആണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഈ സ്കിൽ അസസ്മെൻറ്റിൻ്റെ കാര്യത്തെപ്പറ്റി അങ്ങനെയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ 482-ൻ്റെ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ടൊരു ഗൂഗിൾ മീറ്റ്, ഞങ്ങളുമായിട്ടൊരു ഒരു ഇനിഷ്യൽ ഒരു കൺസൾട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കൺസൾട്ടേഷൻ മോസ്റ്റ് ഓഫ് ദ ടൈം എലിജിബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഉള്ളൂ അടുത്ത രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളിലോട്ട് വരുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.